നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരുവാൻ കർത്താവ് നൽകി തന്ന വലിയ ഭാഗ്യകരമായ പദവിയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതിയതായിട്ട് പ്രിയപ്പെട്ട ജോസഫ് അങ്കിളും പ്രിയ റീശായനും നമ്മുടെ നടുവിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായ വിഷയം തുടർമാനമായിട്ട് നമ്മൾ പഠിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ച് നമ്മൾ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്തു. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? നിത്യനായിരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൂതന്മാർ, 3 ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ. അതാണ് നമ്മൾ പ്രധാനമായും കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചില പുതിയ കാര്യങ്ങൾ തരാനായിട്ട് ഞാൻ ശ്രമിക്കുകയല്ല. നമുക്കറിയാവുന്നത് എന്നാൽ ഒന്ന് ഓർമ്മയിൽ പുതുക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിത്യത മുതൽ നിത്യത വരെ എന്ന വിഷയത്തിൻ്റെ 4ാമത്തെ ഭാഗമാണ്, അല്ലെങ്കിൽ 5ാമത്തെ ക്ലാസ്സാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യൻ്റെ വീഴ്ചയും. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ടതായ പഠന വിഷയം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആർക്കും പരിചിതമല്ലാത്ത ഒരു വിഷയമല്ല. നമുക്കെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്ന വിഷയമായതുകൊണ്ട് ഞാൻ ഇന്ന് അല്പം നേരത്തെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാണ് ഇന്നും തുടങ്ങുന്നത്. തക്ക സമയത്ത് നിർത്താം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് ഒരല്പം കൂടെ ഞാനിങ്ങനെ ഓരോ ക്ലാസ് കഴിയും തോറും എൻ്റെ വേഗത കുറയ്ക്കാൻ ഞാൻ പഠിക്കുകയാണ്. ഞാൻ പഠിക്കുന്നു, ഞാൻ എൻ്റെ വേഗത കുറയ്ക്കാൻ പഠിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാവർക്കും അത് പ്രയോജനപ്പെടണമല്ലോ. എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും നമുക്കിന്ന് പഠിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചു വന്നത് സമയത്തിന് മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ഇറ്റേണിറ്റി. സമയം തുടങ്ങുന്നതിന് മുൻപ് നിത്യനായിരിക്കുന്ന ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത്. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സമയം തുടങ്ങുന്നതിന് മുന്നമേ ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ്? അത് ദൂതന്മാരെയാണ് എന്ന് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പോൾ തന്നെ ആരാ സന്തോഷിച്ചത്? മനുഷ്യപുത്രന്മാർ സന്തോഷിച്ചു എന്ന് നമ്മൾ വായിച്ചു. എന്ന് പറഞ്ഞാൽ അത് ദൂതന്മാരെ കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ കണ്ടു. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ഭാവികാല നിത്യതയിൽ അവരെന്ത് ചെയ്യുകയായിരിക്കും എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഈ ദൂതന്മാരിൽ നിന്ന് സാത്താൻ ഉണ്ടായതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ഭാവിയിൽ സാത്താൻ എന്ത് സംഭവിക്കും എന്നുള്ളതും കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും സമയം തുടങ്ങുന്നതിന് മുൻപേ ആരംഭിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയം ആരംഭിച്ചു കഴിഞ്ഞു. ക്ലോക്ക് അടിക്കാൻ തുടങ്ങി, ക്ലോക്ക് ഓടാൻ തുടങ്ങി. ആ ക്ലോക്ക് ഓടാൻ തുടങ്ങിയതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അഥവാ ഭൂതകാല നിത്യതയിൽ നിന്ന് ഒരു പ്രത്യേക പോയിന്റിൽ വന്നപ്പോൾ സമയം ആരംഭിക്കാൻ തുടങ്ങി. ആ സമയത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആരോട് പറഞ്ഞതാണ്? അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ ഈ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ദൈവം ആരോടാ പറഞ്ഞത്? ചില ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അത് ദൂതന്മാരോടാണ് പറഞ്ഞത് എന്നാണ്. അപ്പം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൂതന്മാരെ പോലെയാണോ ദൈവത്തെ പോലെയാണോ?
പക്ഷെ ഈ വാക്യം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ നാം എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് അവർ കൂടിയിരിക്കുമ്പോൾ അവരെടുത്ത ഒരു തീരുമാനമാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ എന്ത് ചെയ്യുക, മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, എന്താണ് ഈ ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും? ചിലർ ചിന്തിക്കുന്നത് ദൈവത്തിന് നമ്മളെ പോലെ ഒരു ശരീരം, 2 കണ്ണ്, നടുക്കൊരു മൂക്ക്, നമ്മുടെയൊക്കെ ഒരു ഷെയ്പ്പ്, ഈ ഷെയ്പ്പിനെ ഉദ്ദേശിച്ചാണെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അതാണോ? പക്ഷെ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ദൈവം മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് മനുഷ്യനെ ദൈവത്തിൻ്റെ ആ ഫിസിക്കൽ അപ്പിയറൻസ് ആണോ സൃഷ്ടിയിൽ ആ സ്വരൂപം, സാദൃശ്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരിക്കലും അല്ല. പിന്നെ എന്താ ഉദ്ദേശിച്ചത്? 2 കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. 2 വ്യാഖ്യാനങ്ങൾ, 2 വിശദീകരണങ്ങൾ. ഒന്ന്, മോറൽ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി അത് ദൈവത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന ഒരു സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദൈവത്തിൻ്റെ ധാർമ്മികമായ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ചില പ്രത്യേകതകൾ, ദൈവത്തിൻ്റെ എല്ലാ പ്രത്യേകതയും അനുസരിച്ചല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സവിശേഷതകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്ന് പറഞ്ഞാൽ മനുഷ്യനിലേക്ക് പകരാൻ കഴിയുന്നതും മനുഷ്യനിലേക്ക് പകരാൻ കഴിയാത്തതും. എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം മനുഷ്യനെ നമുക്ക് അങ്ങനെയാകാൻ പറ്റുമോ? സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും നിത്യനാകാൻ കഴിയില്ല. കാരണം ദൈവത്തിനൊരു തുടക്കമില്ല, നമുക്കൊരു തുടക്കമില്ലേ. അപ്പൊ നമുക്ക് ഒരിക്കലും നിത്യരാകാൻ കഴിയില്ല. കാരണം നമ്മളെന്താണ്? സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് പകരാൻ കഴിയാത്ത സവിശേഷതകളാണ്. എന്നാൽ പകരാൻ കഴിയുന്ന സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണത്? അത് സ്നേഹം, നീതി, അല്ലെങ്കിൽ വിശുദ്ധി, അതും അല്ലെങ്കിൽ റൈറ്റ്, അത് ഞാൻ പറഞ്ഞല്ലേ, സ്നേഹം, വിശുദ്ധി, നീതി, ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന് കൽപ്പനകൾ കൊടുക്കാൻ പറ്റുള്ളൂ. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ഒരു കൽപ്പന കൊടുക്കണമെങ്കിൽ സ്നേഹവും വിശുദ്ധിയും പിന്നെന്താ നീതിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കൽപ്പന കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ചിലരോടൊക്കെ നമ്മൾ കൊല്ലം പറയാൻ പറ്റുമോ? അവൻ അങ്ങനെ ഒന്നും ഇല്ലെന്ന് നമ്മൾ പറയും അല്ലേ. അവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവന് മേലെ ആകാശം താഴെ ഭൂമി, അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളിടയ്ക്ക് ചോദിക്കും. കാരണം എന്നാ? അവർക്ക് അങ്ങനെ ജീവിതത്തിന് ഒരു പ്രമാണവും ഇല്ല. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ സൃഷ്ടിച്ചത്? ഈ സവിശേഷതകളൊക്കെ ഉള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടെങ്കിലും മനുഷ്യന് ഈ പ്രത്യേകതകളുടെ അംശം ഒരളവ് വരെയൊക്കെ ഉള്ളത്. രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്കും സ്നേഹമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്കും നന്നായി നടക്കണം, മര്യാദക്കാരായിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അവർക്കും ഞാൻ നീതികേടൊന്നും ചെയ്യില്ലെന്ന് അവരും പറയാറില്ലേ? ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഈ മോറൽ ഇമേജ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിലേക്ക് ഇട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് നീതിബോധമുള്ളവരായതും, അതുകൊണ്ടാണ് അവർ ഭരണഘടനകൾ ഉണ്ടാക്കുന്നതും, അതുകൊണ്ടാണ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണമെന്ന് ലോക മനുഷ്യർ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ ഒരു മോറൽ ഇമേജ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പാപത്തിൽ വീണ മനുഷ്യരിലും ഈ മോറൽ ഇമേജിൻ്റെ ഒരളവ് വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിന് രണ്ടാമതൊരു ഭാഗം കൂടെയുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ, 2 ദൈവം തൻ്റെ
സാദൃശ്യത്തിൽ. എന്താണ് ഈ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? രണ്ടാമത്തെ കാര്യം ട്രയൂൺ ഇമേജ് ആണ്, ത്രിത്വ സ്വരൂപം, അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ്. ഈ മൂന്ന് സവിശേഷതകൾ ഉള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം ഉള്ളതുപോലെ മനുഷ്യനിലും ഈ ത്രിത്വബിംബം ദൈവം കൊണ്ടുവന്നു. എന്താ കാരണം? മനുഷ്യനിലും ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർന്ന് വരുമ്പോൾ മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ഇത് ഇന്ന് നമ്മളോട് പറയുന്നൊരു വലിയ സന്ദേശമുണ്ട്. ബൈബിൾ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എങ്കിൽ അത് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ? ബൈബിൾ നമ്മളോട് പറയുകയാണ്, എന്താ പറയുന്നത്? കൊല ചെയ്യരുത്, കൊല ചെയ്യരുത്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിന് കൊണ്ടുവന്നൊരു റീസണിങ് ഉണ്ട്. അതിൻ്റെ പുറകിലൊരു കാരണം കൊണ്ടുവരുന്നുണ്ട്. എന്താ? നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും, സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും, അവനവന്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും. ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. കൊല ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനെ, നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ആരുടെ സ്വരൂപത്തിലാണ്? ആരുടെ സാദൃശ്യത്തിലാണ്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, ബൈബിൾ അത് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു കാരണം ഇതാണ്: കൊല ചെയ്യരുത്. ഇനി ഒരു വാക്യം കൂടെ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഒന്ന് കാണിച്ചു തരാം. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നോക്കിയേ. നാവിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. നാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആ നാവിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ശപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറയുകയാണ്, എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. അപ്പം മനുഷ്യനെ കൊല്ലരുത്, മനുഷ്യരെ ശപിക്കരുത്, മനുഷ്യരെ തുച്ഛീകരിച്ച് കാണരുത്. കണ്ടാൽ എന്താ കുഴപ്പം? നാം തുച്ഛീകരിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യരെയാണ്. നമുക്കൊക്കെ ഈ മലയാളികൾക്ക് പൊതുവെ തമിഴ്നാട്ടുകാരോട് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇല്ലേ, നമ്മൾ തമിഴൻ എന്ന് പറയുന്നതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കും അല്ലേ? വളരെ പുച്ഛത്തോടെയാണ് ഉപയോഗിക്കുന്നത്. ശരിയാണോ? നമ്മൾ മനുഷ്യരെ അങ്ങനെ തുച്ഛീകരിച്ച് കാണുമ്പോൾ അത് കൃത്യമായി ഈ പ്രമാണത്തിൻ്റെ ലംഘനമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തുച്ഛീകരിച്ച് കാണുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സാദൃശ്യത്തെയും ദൈവത്തിൻ്റെ സ്വരൂപത്തെയും തുച്ഛീകരിക്കുന്നു എന്നുള്ളതാണ്. തൊലിയുടെ നിറം നോക്കി നമ്മൾ മനുഷ്യരെ തുച്ഛീകരിക്കും, ജനിച്ച കുലം നോക്കി മനുഷ്യരെ തുച്ഛീകരിക്കും, അവർ ജനിച്ച മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യരോട് വേർതിരിവ് കാണിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. നാം ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപമാണെങ്കിൽ ഈ ലോകത്ത് പിറന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ
സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് എന്താണ് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ സാദൃശ്യവും സ്വരൂപവും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാണ്? ദ പർപ്പസ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ? ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവത്തിന് ഇങ്ങനെ, ചിലർ പറയും ദൈവം ഇങ്ങനെ നിത്യതയിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു കൂട്ടില്ലാതെ വിഷമിച്ചാണ് എന്ത് ചെയ്തത്? മനുഷ്യരെ സൃഷ്ടിച്ചത്. ചിലർ പറയുന്നൊരു പ്രയോഗമാണ്. പക്ഷെ ഇത് ഭയങ്കര ദുരുപദേശം കേട്ടോ. അതൊരു വലിയ തെറ്റായ പഠിപ്പിക്കില്ല. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തിന് ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ല. കാരണം എന്നാ? ഏക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ളതായ നിത്യമായിരിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് നിലനിന്നത്. അതുകൊണ്ട് ദൈവം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്ത് എന്തെങ്കിലും ഒരു ടൈം പാസ് വേണ്ടേ എന്ന് വിചാരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് വളരെ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ 3 കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ടു റിഫ്ലക്റ്റ് ഹിസ് ഇമേജ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി 1:26-27 വാക്യങ്ങളിൽ, ജനസിസ് 1:26-27, അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ ഉണ്ടാക്കുക എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടി ഉണ്ടാക്കി? എന്തിനാ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുന്നമേ സൃഷ്ടിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട്. ആരാണ്? ദൂതന്മാർ. അവര് ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായില്ലെന്ന് മാത്രമല്ല, അവർ ദൈവത്തോട് മറുതലിക്കുന്നവരുമായിരുന്നു. അങ്ങനെ മറുതലിക്കുന്നവരായ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെക്കാൾ പല കാര്യങ്ങളിലും പുറകിൽ നിൽക്കുന്ന മനുഷ്യർ. നമ്മൾ അവരെ പോലെയുള്ളവരല്ലേ. നമ്മൾ ലൂസിഫറിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവൻ എന്തുമാത്രം മഹത്വം ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു. അത്രയും മഹത്വത്തോടെ ഒന്നും അല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേകത ദൈവം തന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും. ലൂസിഫറിനുണ്ടായിരുന്നത് പോലെയുള്ള അലങ്കാരങ്ങളില്ല, തേജസ്സില്ല, അതുപോലെയുള്ളതായ ഭംഗിയൊന്നും നമുക്ക് തന്നല്ല ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ അവർക്കില്ലാത്ത ഒന്ന് നമുക്ക് തന്നു. എന്താണ്? ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കുക. ആർക്ക്? ഈ ദൂതസംഘങ്ങൾക്ക്. അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുക. ദൈവം എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ദൈവം നമ്മളോട് പറയുന്ന ചില കൽപ്പനകളൊന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് യേശു നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. കാരണം ഈ പ്രത്യേകതകളോടെയാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മെ സൃഷ്ടിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ. അവൻ്റെ ആ മോറൽ ഇമേജ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രത്യേകതകളോടെ സൃഷ്ടിച്ചതിൻ്റെ ഒരു കാര്യം, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോഴുള്ള ഈ തൻ്റെ സാദൃശ്യവും സ്വരൂപവും ലോകത്തിൻ്റെ മുമ്പിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവും ഇതല്ലും. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നാം ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേ ദൈവ തേജസ്സിലേക്ക് പ്രവേശിക്കുകയാണ്, മടങ്ങി പ്രവേശിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു റിഫ്ലക്റ്റ് ഹിസ് ഗ്ലോറി. അവൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ അതാണോ പ്രതിഫലിപ്പിക്കുന്നത്? നമ്മൾ എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതം കാണുന്ന ഒരു വ്യക്തി
അന്ന് ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരുടെ മുമ്പിൽ മാത്രമാണ് റിഫ്ലക്ട് ചെയ്യാനുള്ളൂ. ഇന്ന് നമുക്കോ? അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും അനേക ലക്ഷം കോടി മനുഷ്യരുണ്ട്. അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരാകണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കതിന് കഴിയുന്നുണ്ടോ? ഒന്ന്, ടു റിഫ്ലക്റ്റ് ഹിസ് ഗ്ലോറി. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, എഫേഷ്യൻസ് 4:24. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ. ഇപ്പൊ നമ്മളെ വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായില്ലേ? ആ പുതിയ സൃഷ്ടി ഏത് ഷേപ്പിലായിരിക്കുന്നേ? വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരോടനുരൂപമായി? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയ മനുഷ്യന്റെ പ്രത്യേകത അത് ദൈവാനുരൂപമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഉള്ളതാണെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കൊലോസ്യർ 3:10 സമാനമായ ഒരു ആശയം നമുക്ക് കാണാം. എന്താ അവിടെ പറയുന്നത്? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, നമ്മെ പുതിയതായി സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. അപ്പൊ നമ്മുടെ പ്രതിമ ഏത് പ്രതിമയാണ്? പുതിയ സൃഷ്ടിയുടെ പ്രതിമ, നമ്മെ പുതിയതായി സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കതിന് കഴിയുന്നുണ്ടോ? നമുക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരു വ്യത്യാസമുണ്ടോ? അതോ പ്രതിമ ഇപ്പോഴും പഴയത് തന്നെയാണോ? പെയിന്റ് ഒന്ന് പതുക്കെ മാറ്റി അടിച്ചെന്നേ ഉള്ളോ? പ്രതിമയ്ക്ക് വല്ല മാറ്റവും വന്നോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിഫ്ലക്റ്റ് ഹിസ് ഇമേജ്. 2, ടു റൂൾ ഓവർ ക്രിയേഷൻ. സകല സൃഷ്ടിയുടെ മേലും വാഴുവാനായിട്ടാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:26 നമ്മളതാ വായിക്കുന്നത്. അവർ സമുദ്രത്തിന്മേലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? രണ്ടാമത്തെ കാര്യം എന്താണ്? വാഴുന്നവരാകാൻ, ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടെ സർവഭൂമിയുടെ മേലും വാഴുന്നവരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇന്നോ എന്താ ഈ വാഴുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെയൊക്കെ മുമ്പിൽ വാഴുക എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഒരു വ്യത്യസ്തമായ ചിത്രമാണ് മനസ്സിൽ വരുന്നതെന്ന് എൻ്റെ വിചാരം, അല്ലേ? വാഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് വിലസുക എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്, അല്ലേ? അങ്ങ് ഞാൻ വരച്ച വരയിലെല്ലാം നിൽക്കണം എന്ന അർത്ഥമാണ് പലപ്പോഴും പലരുടെയും ഉള്ളിലുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വാഴുക എന്ന് പറഞ്ഞാൽ സ്റ്റിവാർഡ്ഷിപ്പാണ്, ഗൃഹവിചാരകത്വമാണ്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സകലത്തിൻ്റെ മേലും ഒരു ഗൃഹവിചാരകനായിട്ടാണ് ദൈവം മനുഷ്യനെ നിയമിച്ചാക്കിയത്. ദൈവം മനുഷ്യനെ നിയമിച്ചാക്കിയത് ഒരു ഗൃഹവിചാരകൻ എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നവനായി, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെ കരുതുന്നവനായി, ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായി, ദൈവത്തിൻ്റെ ഇമേജിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി ഈ സകല പ്രകൃതിയുടെ മേലും ജീവജാലങ്ങളുടെ മേലും ഗൃഹവിചാരകനായി തുടരുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ? പാപം ചെയ്ത മനുഷ്യൻ ഗൃഹവിചാരകൻ എന്നുള്ളതിനേക്കാൾ ഈ പ്രകൃതിയെ, ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയെ ദുരുപയോഗം ചെയ്യുന്നവരായിട്ട് മാറി. നമ്മളിന്ന് വലിയൊരു ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് നിൽക്കുക, അല്ലേ? എന്താ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം? ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് പകരം അതിനെ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മേൽ ഗൃഹവിചാരകന്മാരല്ല, നമ്മൾ അതിനെ
അബ്യൂസ് ചെയ്യുന്നവരാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇതിന് 2 എക്സ്ട്രീം ഉണ്ട് കേട്ടോ. ഒരു കൂട്ടം ആളുകൾ ഭൂമിയെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഈ പ്രകൃതിയെ ആരാധിക്കുന്നവരായിട്ട് അങ്ങ് മാറി. പ്രകൃതിയുടെ മുമ്പിൽ വണങ്ങാനും അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനും അതിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങും. അത് ഒരു കൂട്ടര്. അവർ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയല്ല, അവരെന്ത് ചെയ്യാണ്? പ്രകൃതിയെ അങ്ങ് ആരാധിക്കുകയാണ്. സൃഷ്ടാവിനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുന്നു. എന്നാൽ വേറൊരു കൂട്ടർ എന്ത് ചെയ്യുകയാണ്? ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത് അല്ലെങ്കിൽ ഈ റിഫോംഡ് ഫെയ്ത്തിനകത്ത് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചപ്പോൾ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായിക്കാൻ ചെറുതാണോ അക്ഷരം ചെറുതാണോ? വായിക്കാം. ഓക്കെ. അപ്പോൾ ഈ എഫേസ്യർ 1-ന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ സർവ്വത്തിനും തലയാക്കി ക്രിസ്തുവിനെ വെച്ചിരിക്കുകയാണ്. സർവ്വത്തിനും തലയാക്കി ക്രിസ്തുവിനെ വെച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും, 21-ാം വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും എല്ലാറ്റിനും തലയാക്കി ക്രിസ്തുവിനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, 23-ാം വാക്യം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അന്ന് മനുഷ്യന് സകല പ്രകൃതിയുടെ മേലും വാഴുവാൻ അധികാരമുണ്ടായിരുന്നു. ഇന്ന് അതേ അധികാരം ആരിലേക്കാണ് കൊടുത്തിരിക്കുന്നത്? ക്രിസ്തു എന്ന തലയുടെ ശരീരത്തിലേക്ക് ഈ അധികാരം കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ആർക്കാ അധികാരം? സഭയ്ക്കാണ്, ദൈവസഭയ്ക്കാണ് ഈ അധികാരം നൽകിയിരിക്കുന്നത്. നമ്മളോട് അത് വല്ലതും പറയുന്നുണ്ടോ? ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരു ചെടി നമ്മൾ നടാറുണ്ടോ? പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കൈ പുറകോട്ട് വലിക്കാറുണ്ടോ? വേസ്റ്റ് വലിച്ചെറിയാൻ തുടങ്ങുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. പ്രകൃതിയെ നശിപ്പിക്കുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. 3-ാമത്തെ കാര്യം, ടു പ്രൊഡ്യൂസ് ഗോഡ്ലി ഓഫ് സ്പ്രിങ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. ഉൽപ്പത്തി 1-ന്റെ 28 നമ്മൾ വായിക്കുന്നത്, നാം എന്ത് ചെയ്യണം? സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം? നാം സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ് ആ പ്രിൻസിപ്പിൾ? മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? മക്കൾ ബാധ്യതയായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പല യങ് കപ്പിൾസും ചിന്തിക്കുന്നത് മക്കൾ വന്നാൽ പിന്നെ ജോലിയുടെ കാര്യം പ്രശ്നമാകും, മക്കളുണ്ടായാൽ പിന്നെ ഒരു വലിയ ബാധ്യതയാകും, അതുകൊണ്ട് ഇപ്പം മക്കളൊന്നും വേണ്ട. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എഴുതി തന്നിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവമക്കൾ എന്ന നിലയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? നമ്മുടെ മക്കളെ ദൈവഭക്തിയിൽ വളർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. വിജയിക്കുകയും വിജയിക്കാതെയൊക്കെ ഇരിക്കാം കേട്ടോ, അതിന് നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കണം, എൻ്റെ കുഞ്ഞ് ദൈവകൃപയിൽ വളരണം, ദൈവ പൈതലായി വളരണം.
അതിനു വേണ്ടിയുള്ളൊരു സമർപ്പണം, പരിശ്രമം, കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ടുണ്ട്. കാരണം അവര് ഈ സന്താന പുഷ്ടിയുള്ളവരായി പെരുകാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ ആ ഭാഗം അവിടെ ഒന്ന് നിർത്തുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ 3 ഉദ്ദേശം നമ്മൾ കണ്ടു. ഇനി ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ ഒന്നാം അധ്യായത്തെയും 2-ാം അധ്യായത്തെയും വായിക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞതും 2-ാം അധ്യായത്തിൽ പറഞ്ഞതും തമ്മിലുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞത് തന്നെയല്ലേ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാൻ പറഞ്ഞു, മനുഷ്യനെ കൽപ്പിച്ചു, മനുഷ്യനെ ഉണ്ടാക്കി എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള ഒരു വിവരണം. ഇത് 2 അക്കൗണ്ടുകളാണ്. അതിനെ 2 പേരിലാണ് പറയപ്പെടുന്നത്. ഇതൊന്നും മനസ്സിലിരുന്നാൽ മതി കേട്ടോ, ഇത് തന്നെ തല പൊണ്ണാക്കുമൊന്നും വേണ്ട. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തെ വിളിക്കുന്ന പേരാണ് ഏലോഹീം അക്കൗണ്ട്, അല്ലെങ്കിൽ ഏലോഹീം എന്ന് പറഞ്ഞാൽ ദൈവം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ഒരിടത്തും യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെല്ലാം ദൈവം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വൺ എന്ന അർത്ഥത്തിലാണ്, അത്യുന്നതനായവൻ, ശക്തനായവൻ, വലിയവനായവൻ എന്ന അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഏലോഹീം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന് ഒരു വാക്കിനാൽ സകലത്തെയും ഉളവാക്കുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് 1-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാഹ്വേ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. യാഹ്വേ അക്കൗണ്ട് അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലാണ് യഹോവ എന്ന വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യഹോവ എന്ന വാക്കിൻ്റെ ഒരു പ്രസക്തി ഉടമ്പടികളുടെ ദൈവം എന്നാണ്. തൻ്റെ ജനത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒരു ദൈവം. 2-ാമത്തെ അധ്യായത്തിലാണല്ലോ ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അതൊരു ഉടമ്പടിയുടെ ഭാഗമാണ്. ആദാമ്യ ഉടമ്പടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏലോഹീം അക്കൗണ്ടും യാഹ്വേ അക്കൗണ്ടുമാണ് 1-ാം അധ്യായവും 2-ാം അധ്യായവും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി 2-ാമത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, 1-ാമത്തെ അധ്യായം ഒരു ഓവർവ്യൂ ആണ്. 2-ാമത്തെ അധ്യായം വളരെ കൃത്യമായ സ്പെസിഫിക്കായ വിശദീകരണമാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു 1:27 ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അങ്ങനല്ലേ വായിക്കുന്നേ? എങ്ങനെ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്? 2-3 കാര്യങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ പറഞ്ഞു ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. പക്ഷേ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരാണിനെ പെണ്ണിനെ അവിടെ കാണുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ആണും പെണ്ണുമായി സൃഷ്ടിച്ചത് എന്നുള്ളതിന്റെ വിശദീകരണമാണ് 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. 2-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ആണും പെണ്ണുമായോ? ഇല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. ആദമിനെയാണ് അവിടെ കാണുന്നത്. ഈ വാക്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം മനുഷ്യനെ മണ്ണിങ്ങനെ കുഴച്ച് മനുഷ്യൻ്റെ പ്രതിമ പോലെ ഉണ്ടാക്കിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? നമ്മുടെ പലരുടെയും മനസ്സിൽ ഈ വാക്യം വായിക്കുമ്പോഴുള്ള ചിത്രം എന്താണെന്നറിയാമോ? ദൈവം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് മണ്ണെടുത്ത് ഇങ്ങനെ കുഴച്ച് മനുഷ്യൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ
എന്താ പറയുക, ഒരു കുശവനെ പോലെ അല്ലെങ്കിൽ ഒരു ശില്പിയെ പോലെ ഇരുന്ന് കൊത്തി ഉണ്ടാക്കിയിട്ട് ആ ശില്പമൊക്കെ പണി തീർന്നു, ആ കൊള്ളാം മനുഷ്യന്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്, ഇനി മൂക്കിലേക്ക് ഒരു ഊത്തൂതിയാൽ മതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത്. അങ്ങനെ ഇവിടെ എഴുതിയിട്ടില്ല. ഇത് നമ്മൾ ഈ സൺഡേ സ്കൂളിലെ ആദ്യത്തെ ക്ലാസ്സിൽ പോയപ്പോൾ ടീച്ചർ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ കഥ എടുത്ത് ഈ വാക്യം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്ത എന്താ, ഇതാ. പക്ഷെ അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ പൊടി കുഴച്ചെന്നോ ആ പൊടി മനുഷ്യന്റെ രൂപത്തിലാക്കിയെന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ഞാൻ അതൊന്ന് സാന്ദർഭികവശാൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1-ാം അധ്യായം ഒരു പൊതുവായ ഒരു വിശദീകരണമാണ്. അവിടെ 6 ദിവസത്തെ ഇങ്ങനെ പറഞ്ഞു പോയി. 2-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിരിക്കുകയാണ്. 3 അവിടെ ഈ 1-ാം അധ്യായം കുറച്ച് കാവ്യാത്മകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ഇങ്ങനെ ഉണ്ടാകട്ടെ റിപ്പറ്റീറ്റീവായിട്ട് കാവ്യാത്മകമായിട്ടാണ് എന്ത് ചെയ്തത് 1-ാമത്തെ അധ്യായം എഴുതിയത്. എന്നാൽ 2-ാമത്തെ അധ്യായം എഴുതിയപ്പോൾ കാവ്യാത്മകമല്ല, നരേഷനാണ്. എന്താണ് അവിടെ സംഭവിച്ചത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതുകയാണ്. അതാണ് 2-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത. 2:4 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം, അങ്ങനെ പറഞ്ഞിട്ട് 2 കോളൻ അവിടെ ഇട്ടിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പത്തി വിവരമാണ് ഇനി വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണമാണ് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതാണ് 3-ാമത്തെ പ്രത്യേകത. 4, 1-ാമത്തെ അധ്യായത്തിൽ 6 ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 6-ാം ദിവസത്തെ സൃഷ്ടി മാത്രമേ വിവരിക്കുന്നുള്ളൂ. 1-ാമത്തെ അധ്യായത്തിൽ വെളിച്ചം ഉണ്ടാകാൻ പറഞ്ഞത് വെള്ളം ഇല്ലേ, വിധാനം, ചെടികൾ, പക്ഷികൾ, ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം ദിവസം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇത് കേട്ടത് പ്രയോജനമായോ? ഓക്കെ. അപ്പോൾ 1-ാം അധ്യായവും 2-ാം അധ്യായവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ബൈബിളിനെ നമുക്ക് ശരിയായി ഗ്രഹിക്കാനായിട്ട് കഴിയൂ. ഇതുപോലെ അനേക സ്ഥലങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഓക്കെ, ഞാനതിൻ്റെ അകത്തെ വിശദീകരണങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ഫോൾ ഓഫ് മെൻ. മനുഷ്യൻ്റെ പാപം ചെയ്ത ഈ പാമ്പ് വഞ്ചിച്ച കഥയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല കേട്ടോ. അതൊന്നും ഇനി എടുക്കേണ്ട ആവശ്യമില്ലെന്നാ. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാനൊന്ന് ഈ കാര്യമൊന്ന് പുതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനന്തരഫലം. മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനന്തരഫലം. മനുഷ്യൻ പാപം ചെയ്തു. ഏദൻ തോട്ടത്തിൽ ഹവ്വായിലൂടെ ആദം പാപം ചെയ്തു. നമുക്കറിയാമല്ലോ, ആ ചരിത്രമൊക്കെ അറിയാം. തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വൃക്ഷം ഉണ്ടായിരുന്നു? തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വൃക്ഷം ഉണ്ടായിരുന്നു? 1 ആണോ 2 ആണോ? 1, 1.5 ആണോ? തോട്ടത്തിന് നടുവിൽ എത്ര വൃക്ഷം ഉണ്ടായിരുന്നു? എത്ര വൃക്ഷം ഉണ്ടായിരുന്നു? 2 വൃക്ഷം. ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് പറയാൻ വന്നവരോട് അല്ലെങ്കിൽ വേണ്ട എന്നാക്കി കളഞ്ഞല്ലേ. തോട്ടത്തിന് നടുവിൽ 2 വൃക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് 2 വൃക്ഷം? 2 വൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകം പറഞ്ഞ 2 വൃക്ഷം കേട്ടോ. അവിടെ ഒത്തിരി വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 2 വൃക്ഷം? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം വൃക്ഷം. 2
ജീവവൃക്ഷത്തിൻ്റെ ഫലം. ഈ രണ്ട് വൃക്ഷമുണ്ട്. ഇതിൽ ഏത് തിന്നാം, ഏത് തിന്നാൻ പാടില്ല? ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാമായിരുന്നു, അത് മനുഷ്യൻ തിന്നില്ല. തിന്നാൻ പാടില്ലാത്തത് ഏതായിരുന്നു? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, അത് മനുഷ്യൻ തിന്നു. ഓക്കെ. ഈ ചില ആൾക്കാരുടെ വിചാരം തോട്ടത്തിന് നടുക്ക് ഒരേ ഒരു വൃക്ഷമേ ഉള്ളായിരുന്നു, അത് ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമെന്നാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഫലം പറിച്ച് തിന്നതുകൊണ്ട് മനുഷ്യന് സംഭവിച്ചത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാപം മനുഷ്യനിലേക്ക് കടന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. The first thing, sin entering into mankind. റോമാലേഖനം 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നൊരു വാക്യമാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. ഏതാണ്? പാപം. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, റോമർ 7:20 പറയുകയാണ്, എന്നിൽ വസിക്കുന്ന പാപം. നമ്മളിൽ പാപം വസിക്കുന്നുണ്ടോ? ഉണ്ട്. രക്ഷിക്കപ്പെട്ട പൗലോസ് പറയുകയാണ്, എന്നിൽ വസിക്കുന്ന പാപം. എങ്ങനെയാണ് പാപം എന്നിൽ വസിക്കാൻ തുടങ്ങിയത്? ആദിമ പിതാക്കന്മാർ ചെയ്ത പാപം, അതിൻ്റെ ഫലമായി ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. അങ്ങനാണെങ്കിൽ അതാണ് ഒന്നാമത്തെ സംഭവിച്ചത്, ഇൻഡ്വെല്ലിംഗ് സിൻ. ഇപ്പൊ നമ്മൾ ഇനി പാപം എന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? പാപ സ്വഭാവം, അല്ലേ? പാപ സ്വഭാവം നമുക്കറിയാവോ? നമ്മളൊന്നും പാപം ചെയ്യാത്തവരായതുകൊണ്ട് അത്ര പരിചയമില്ലായിരിക്കും, അല്ലേ? നമ്മിൽ വസിക്കുന്ന പാപ സ്വഭാവം, ഇതിനെ തന്നെയാണ് പൗലോസ് ഇടയ്ക്ക് പറയുന്നുണ്ട്, ജഡം. എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുമ്പോൾ ഈ മനുഷ്യനിൽ വസിക്കുന്ന പാപ സ്വഭാവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ കൈയും കണ്ണും കാതും ഒന്നും അല്ല, നമ്മളിലുള്ള ഈ പാപ സ്വഭാവത്തെയാണ്. 2, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണ്? മരണം, ഫിസിക്കൽ ഡെത്ത്, ശാരീരികമായിരിക്കുന്ന മരണം. ഉൽപ്പത്തി 2:17 നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. അന്ന് തന്നെ മരിച്ചോ ആദം, ഹവ്വ? മരിച്ചോ? അന്ന് തന്നെ മരിച്ചോ? ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ എന്നുള്ളൊരു ആലോചനയിലാണല്ലേ. അന്ന് തന്നെ മരിച്ചു. എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ശാരീരിക മരണം തുടങ്ങി എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം മൂത്ത് എന്നുള്ള എബ്രായ പദമാണ്. മൂത്ത് അവിടെ എങ്ങനെ എഴുതിയേക്കണേന്ന് അറിയാമോ? ഞാൻ അതിനെ മലയാളത്തിലൊന്ന് വായിക്കാം. ആ മൂത്ത് എന്നുള്ളതാണ് മരിക്കുന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തിന്നുന്ന നാളിൽ നീ മരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2 പ്രാവശ്യം മൂത്ത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇന്നു മുതൽ നീ മരിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ ശാരീരിക മരണം എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തുടങ്ങിയപ്പോഴാണ്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയട്ടെ, ആദമിന്റെ ആദ്യത്തെ മുടി നരച്ചത്. അയ്യോ, നമ്മുടെയൊക്കെ എന്തൊരു ടെൻഷനുള്ള കാര്യമല്ലേ. ഈ പണി ചെയ്തില്ലായിരുന്നു നമ്മൾ ഈ കഷ്ടപ്പെടേണ്ട വരില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രായമാകാൻ തുടങ്ങി, ശരീരം ദുർബലമാകാൻ തുടങ്ങി,
പ്രായാധിക്യത്തിൻ്റെതായ ക്ഷീണം തുടങ്ങിയത് ഈ പാപത്തിൻ്റെ അന്നു മുതലാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു ഉപയോഗമുണ്ടല്ലോ, എടാ തീർന്നു, ഇന്നത്തോടെ നിന്റെ അന്ത്യമാണ്. അങ്ങനെ നമ്മൾ പറയാറില്ലേ? അതിൻ്റെ അർത്ഥം എന്നാ? ഇന്ന് മരിക്കുമെന്നാണോ? ഇന്ന് മുതൽ നിനക്ക് അധോഗതിയാ, അങ്ങനെ നമ്മൾ പറയും അല്ലേ? ഇന്ന് മുതൽ നിന്റെ കാര്യം പോക്ക, ഇനി നീ തല പൊക്കില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. കാര്യം എന്നാണെന്നറിയാവോ? ഇനി മുതൽ നിന്നെ തല പൊക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതാണ് അതിൻ്റെ ആശയം. എന്നതുപോലെ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ഇതേ അർത്ഥത്തിലാണ്. അന്നു വരെ ആദമിന് പ്രായമാകുന്നില്ല, പക്ഷെ അന്നു മുതൽ മനുഷ്യൻ പ്രായമാകാൻ തുടങ്ങുകയാണ്. അതാണ്. അതിനുശേഷം അവൻ പിന്നീട് മരിച്ചു. കുറേ വർഷങ്ങൾ ജീവിച്ചതിന് ശേഷം അവൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ മരണം എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതെപ്പോൾ തുടങ്ങി? ഈ തോട്ടത്തിൻ്റെ നടുവിലെ ഫലം തിന്ന, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്ന അന്നു മുതൽ ഈ മരണം ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ കോൺസിക്വൻസ് ആണ് ആത്മീക മരണം, സ്പിരിച്വൽ ഡെത്ത്. ഈ തിന്നുന്ന നാളിൽ നീ മരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം ആ വാക്യത്തെ ആത്മീയ മരണം പെട്ടെന്ന് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിൽ തെറ്റില്ല, കാരണം അവിടെ ആത്മീയ മരണം സംഭവിച്ചു, അതുകൊണ്ട് അത് തെറ്റല്ല. ആത്മീയ മരണവും അവിടെ സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം വായിച്ചല്ലോ റോമാലേഖനം 5:12, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഒരു സ്പിരിച്വൽ ഡെത്ത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 3 കാര്യങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ഈ ആത്മീയ മരണം സംഭവിച്ചപ്പോൾ ഏത് ഭാഗത്താണ് മരണം സംഭവിച്ചത്? സ്പിരിറ്റ്. ആത്മാവ് നിർജീവമായി പോവുകയാണ്. പാപത്തിൻ്റെ ഫലമായി ആത്മാവ് നിർജീവമായി. അതുകൊണ്ടാണ് എഫേസ്യർ 2:1 നമ്മൾ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതൊരു സ്പിരിച്വൽ ഡെത്താണ്. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? മുടിയനായ പുത്രന്റെ ഉപമയിൽ ഈ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അവന്റെ സഹോദരനോട് പറയുന്നുണ്ട്, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അവൻ അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോൾ അതിനെ വിശേഷിപ്പിച്ചത് ഒരു സ്പിരിച്വൽ ഡെത്താണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ദൈവത്തോടടുക്കും തോറും നാം ആത്മീക ജീവനിൽ സമൃദ്ധിയുള്ളവരാവുകയും അപ്പനോട് അകലുമ്പോൾ നമ്മുടെ ആത്മീക ജീവൻ ദുർബലമാവുകയും ചെയ്യും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് എന്താ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ ആ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നത്? നമുക്ക് എന്തുമാത്രം കർത്താവിനോട് ഇൻറ്റിമസി ഉണ്ടോ അത്രമാത്രം നമുക്ക് ആത്മീക ജീവനിൽ ഒരു സമൃദ്ധി ഉണ്ടാകും. എന്തുമാത്രം നാം കർത്താവിൽ നിന്ന് അകന്നകന്നു പോകുന്നോ അത്രമാത്രം നമ്മൾ ആത്മീയമായി ജീവൻ കുറഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ആത്മീയ ജീവിതമായിരിക്കും. ഇനി 4, വേർപാട്, സെപ്പറേഷൻ. നമുക്കറിയാം, ഉൽപ്പത്തി 3:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അങ്ങനെ പുറത്താക്കി കളഞ്ഞപ്പോൾ എന്തു പറഞ്ഞാണ് പുറത്താക്കിയത്? അവരിനി ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്. ശോടാ, അത് ഒരു മോശം കാര്യമാണോ? കഴിക്കരുതെന്ന് പറഞ്ഞ കാര്യം കഴിക്കുകയും ചെയ്തു, കഴിച്ചോളം അനുവാദം തന്ന കാര്യം ഇപ്പോൾ പറയുകയാണ് കഴിക്കരുത്, കഴിക്കാൻ അനുവദിക്കരുത്. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാമായിരിക്കും, മനുഷ്യൻ ഇപ്പോൾ ഈ ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ്. ഈ ആത്മീയമായി മരിച്ച അവസ്ഥയിലുള്ള മനുഷ്യനെ ആത്മീയമായി ജീവനുള്ളവനാക്കണമെങ്കിൽ മനുഷ്യന്റെ മരണം അനിവാര്യമാണ്. പാപിയായ മനുഷ്യൻ പാപത്തിൽ എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്.
ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ ആത്മീയമായി മരിച്ചവനായി, പാപത്തിൽ ജീവിക്കുന്നവനായി എന്നേക്കും ഇങ്ങനെ ജീവിക്കും. അതിനനുവദിക്കാതെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? മനുഷ്യനൊരു മരണം അനുവദിച്ചു. ആ മരണത്തിലൂടെ തന്നെ, തൻ്റെ പുത്രനായി യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ തന്നെ അവനെ ജീവനുള്ളവനാക്കി മാറ്റാൻ. അവൻ്റെ ആത്മാവിൽ ജീവനുണ്ടാകണമെങ്കിൽ അതും ഒരു മരണത്തിലൂടെയാണ്. ആരുടെ മരണം? യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ. അപ്പോൾ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല, മനുഷ്യനെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാതെ വണ്ണം അവനെ മാറ്റി നിർത്തി ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. 4 കാര്യങ്ങൾ പറഞ്ഞു. 5, കുടുംബജീവിതത്തിലെ വേദന. ദൈവം മനുഷ്യനെ കുടുംബമായി സൃഷ്ടിച്ചപ്പോൾ ഈ വേദന ഇല്ലാത്തവരായിട്ടാണ് സൃഷ്ടിച്ചത്. ഈ പഴം പറിച്ച് തിന്ന ഉടനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വിരലി ചൂണ്ടാൻ തുടങ്ങി അല്ലേ? ആദമിനോട് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയാൻ മേല, എല്ലാം ഇവള് കാരണമാണ്. ഹവയോട് ചോദിച്ചപ്പോൾ ഹവ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയാൻ മേല, എല്ലാം ഈ പാമ്പ് കാരണമാണ്. അവിടെ ആദ്യത്തെ പ്രശ്നം തുടങ്ങി. ബ്ലെയിം ഗെയിം എന്നൊക്കെ ചിലർ പറയും. തുടങ്ങിയത് മാത്രമല്ല, ദൈവം അവരോട് പറഞ്ഞ എന്നാണെന്നറിയാമോ? ദൈവം പറയുകയാണ്, 16-ാമത്തെ വാക്യം, ഉൽപ്പത്തി 3:16, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ പറഞ്ഞ വാക്യമാണ്. അവിടെ സ്ത്രീയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ മക്കളെ പ്രസവിക്കുമ്പോൾ വേദനയോടെ പ്രസവിക്കും. ഇവിടെ പറയുന്ന ഈ വേദന ഫിസിക്കൽ പെയിൻ മാത്രമല്ല, ശരീരത്തിൻ്റെ വേദന മാത്രമല്ല. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കെല്ലാവർക്കും അറിയായിരിക്കും, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫിസിക്കൽ പെയിൻ മാത്രമല്ല, ഇമോഷണലി വളരെ വീക്കാവുന്ന സമയമാണ്. ഇനി ഡെലിവറി കഴിഞ്ഞാലോ? ഇപ്പോഴാണ് അതിന് പുതിയ വാക്കൊക്കെ വന്നത് അല്ലേ? പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞ് പുതിയ വാക്കുകളൊക്കെ വന്നു. പ്രസവശേഷവും സ്ത്രീകൾ ഒരുപാട് മാനസികമായിട്ടുള്ള വെല്ലുവിളികളിലൂടെ ഒക്കെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന അമ്മമാർ. അത് അവരാ സമയത്ത് കടന്നു പോകുന്ന മാനസികമായ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ കുടുംബജീവിതത്തിൽ വളരെ സ്വീറ്റായിട്ട് ദൈവം ഒരുക്കി വെച്ച കുടുംബജീവിതത്തെ പാപത്തിൻ്റെ ഫലമായി വളരെ വേദന ഉള്ള അനുഭവമായി മാറിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ആ കോൺസിക്വൻസ് അതെത്ര ഗൗരവതരമായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് പരന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ ഭൂമി ശപിക്കപ്പെടാനായിട്ടിടയായിത്തീർന്നു. ഉൽപ്പത്തി 3:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഈ ഉൽപ്പത്തി 3:17 വാക്യത്തിൽ അത് നമ്മൾ കണ്ടു. സ്ത്രീയുടെ പ്രസവത്തെക്കുറിച്ച് വേദന, കുറ്റപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഭൂമി ശപിക്കപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഭൂമി ശപിക്കപ്പെട്ടത് ഇന്ന് ഭൂമി ശാപത്തിൻ്റെ കീഴിലാണ്. ആണോ? എന്താ സംശയം അല്ലേ? ഇന്ന് കഷ്ടപ്പെട്ട് കർഷകൻ കൃഷി ചെയ്യും, വലിയ പ്രതീക്ഷയോടെ നനയ്ക്കും, വളവിടും, കാത്തിരിക്കുകയാണ്. പക്ഷെ അവസാനം അവൻ്റെ പ്രതീക്ഷകളെ തകിടം മറച്ചുകൊണ്ട് ഒരു കാറ്റ്, ചില ജീവികൾ വന്ന് അവൻ്റെ കൃഷി നശിപ്പിക്കും. ശാപത്തിൻ്റെ കീഴിൽ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മുള്ളും പറക്കാരയും ഒക്കെ മുളയ്ക്കും. ശപിക്കപ്പെട്ട ഭൂമി. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിങ്കൽ ഈ ഭൂമിയുടെ ശാപം മാറും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ
20ഉം 22ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രകൃതി മുഴുവൻ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നതെന്ന് അറിയാവോ? യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി. 22-ാം വാക്യം പറയുകയാണ്: സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുവോളം. 20-ാം വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. നാം തേജസ്കരിക്കപ്പെടുന്ന അന്ന് മാത്രമേ ഈ ഭൂമിയുടെ ശാപം മാറുകയുള്ളൂ. ഭൂമിയുടെ ശാപം എന്ന് മാറും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കാൻ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവമഹത്വം പ്രതിഫലിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളവിടെ വായിക്കുന്നുണ്ട്, അവർ തന്നെത്താൻ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവ തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. അവർ ദൈവത്തെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നവരായി, ദൈവത്തോട് അകന്നു പോകുന്നവരായി. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ഒരു സദ്വർത്തമാനം അവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 15-ാം വാക്യം, ഉൽപ്പത്തി 3:15. എന്താണ് നാം അവിടെ വായിക്കുന്നത്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഈ വാക്യത്തിന് വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രയോഗമാണ് ഫസ്റ്റ് ഗോസ്പൽ, ആദ്യത്തെ സുവിശേഷ പ്രസംഗം. പ്രോട്ട് ഇവാഞ്ചലിയം എന്നാണ് വിളിക്കുന്നത്. പ്രോട്ട് ഇവാഞ്ചലിയം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതാണ് അതിൻ്റെ അർത്ഥം. സ്ത്രീയോട് പറയുകയാണ്, പാമ്പിനോട് പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഫസ്റ്റ് അനൗൺസ്മെന്റ് ഓഫ് ദ കമ്മിങ് റിഡീമർ, വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ളതായിരിക്കുന്ന ആദ്യത്തെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവജനത്തിനുള്ള വലിയ പ്രത്യാശയാണ്. ഓരോ ദൈവവൈതലിനും അത് വലിയ പ്രത്യാശയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ കാത്തിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീയുടെ സന്തതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഒരു സ്ത്രീയുടെ സന്തതിയെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് അതൊരു വലിയ പ്രത്യാശയുടെ സന്ദേശമാണ്. 2, സാത്താനോട് പറയുകയാണ്. സാത്താനുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ്. എന്താണ് മുന്നറിയിപ്പ്? സാത്താനോട് പറയുകയാണ്, നിന്റെ തല തകർക്കാൻ, നിന്നോട് യുദ്ധത്തിന് ഒരുവൻ വരുന്നുണ്ട്, നിന്റെ തല തകർക്കാൻ ഒരുവൻ വരുന്നുണ്ട് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 3, ഹവ്വയോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഫോർഗിവ്നെസ്. ദൈവം അവരെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞോ? ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ദൈവം എന്തോ ചെയ്തു? അവർക്ക് പ്രത്യാശയുടെ സന്ദേശം കൊടുത്തു. ഇത് ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒന്ന് ഓർത്ത് നോക്കിയ, വലിയ പ്രതീക്ഷയോടെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ തെറ്റിപ്പോയപ്പോൾ അവനെ പുകഞ്ഞ ഉള്ളി പുറത്തെന്ന് പറഞ്ഞ് കളയുകയല്ല ചെയ്തത്. അവനൊരു സന്ദേശം കൊടുത്തു, ആദ്യത്തെ സുവിശേഷ സന്ദേശം. ഹല്ലേലൂയ! നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനാണ്, നമ്മുടെ കർത്താവ് എത്ര കരുണയുള്ളവനാണ്. അവൻ നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവമല്ല, അവൻ നമ്മെ കൈവിട്ട് കളഞ്ഞ ദൈവമല്ല. ഹല്ലേലൂയ! നമുക്കൊരവസരം കൂടെ തരുന്ന ഈ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി
നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അറ്റ് ദ റൈറ്റ് ടൈം, കൃത്യസമയത്ത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യർക്ക് വേണ്ടി പ്രത്യാശയെ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ വലിയ സത്യം ലോകത്തോട് മുഴുവൻ പ്രസംഗിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അവൻ പാപം ചെയ്തു, അവൻ ദൈവ തേജസ് പ്രതിഫലിപ്പിക്കേണ്ടതിന് പകരം തന്നെ ഈ ഭൂമിയെ മുഴുവൻ വാഴുവാൻ തന്നെ ഏൽപ്പിച്ചു. പക്ഷേ പാപത്തിൻ്റെ അനന്തരഫലമായി തന്നെ ഏൽപ്പിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ സാത്താൻ്റെ കാൽ കീഴിൽ സമർപ്പിച്ചു. അതുകൊണ്ടാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. സാത്താൻ എങ്ങനെ ഇത് കിട്ടിയത്? സാത്താനെ അനുസരിച്ചതിലൂടെ മനുഷ്യൻ തനിക്ക് ലഭിച്ച അധികാരം മുഴുവൻ അവന് കൈമാറി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ലോകത്തിന്റെ പ്രഭു എന്നാണ് സാത്താനെ വിളിക്കുന്നത്. ലോകത്തിന്റെ പ്രഭു. അവനെങ്ങനെ ലോകത്തിന്റെ പ്രഭുവായി? കാരണം സാത്താനെ അനുസരിച്ച മനുഷ്യൻ തനിക്ക് ലഭിച്ച അധികാരം മുഴുവൻ സാത്താൻ്റെ കാൽ കീഴിൽ വെച്ചു. എന്നാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ത് ചെയ്യും? റോമർ 16:20, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ച് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലൻ പറയുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ച് കളയും. വാട്ട് എ ഹോപ്പ്ഫുൾ മെസ്സേജ്! എത്ര പ്രത്യാശയുള്ളൊരു സന്ദേശം! ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. സാത്താൻ്റെ തല കർത്താവ് തകർത്തു. എന്നാൽ ഈ വാക്യം പറയുന്നു, സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ. ആരുടെ കാൽ കീഴെയാണ്? നമ്മുടെ കാൽ കീഴേ ചതച്ച് കളയും. ആ ദിവസം വരാൻ പോകുന്നു. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാപത്തിൽ അവൻ നമ്മളെ കൈവിട്ട് കളഞ്ഞില്ല. പാപത്തിൽ അവൻ നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവൻ നമ്മെ കൈയൊഴിഞ്ഞില്ല. അവൻ നമുക്ക് വേണ്ടി വളരെ പ്രത്യാശയുടെ ഒരു ദിനം ഒരുക്കി വെച്ചിരിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നാം ദൈവവചനം പഠിച്ച് ചേർത്തു പോകുന്നവരാകാനല്ല, ദൈവവചനം പഠിച്ച് ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരാകാൻ, ദൈവവചനത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവരാകാൻ നമുക്ക് ഈ രാത്രിയിടെയായി തീരട്ടെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ തേജസ് പ്രതിഫലിപ്പിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതിൻ്റെ നല്ല ഗൃഹവിചാരകന്മാരായിരിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് തന്ന തലമുറയെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. കർത്താവേ, അതിനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.